ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്യാരറ്റ് ജ്യൂസാണ്. ഈ ചൂടുകാലത്ത് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇത്. നമ്മൾക്ക് ക്യാരറ്റിൻ്റെ കോൺസെൻട്രേറ്റ് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കാം. ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി. ആവശ്യത്തിന് 1-2 സ്കൂപ്പ് എടുക്കുക. അതുപോലെ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക. ക്യാരറ്റ് ജ്യൂസ് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാം. നമുക്കിതിന് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണേലും എടുക്കാം. ഞാനിതിനൊരു അളവായിട്ട് ഞാൻ പറയുന്നില്ല. ഞാനിവിടെ ഒരു 7 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം നന്നായിട്ട് കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുക്കണം. ഇനി ഇത് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. കാരണം നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാനിപ്പോൾ ഒരു കുക്കറിൽ വെച്ചിട്ട് വേവിക്കാനാണ്. അപ്പം അതൊന്ന് നിറഞ്ഞ് നിൽക്കാൻ വേണ്ടി മാത്രം, ക്യാരറ്റ് ഒന്ന് മൂടി നിൽക്കാൻ മാത്രമുള്ള വെള്ളം. ഇതിപ്പോൾ ഞാൻ വേവിച്ചെടുത്തതിന് ശേഷം ആ ക്യാരറ്റ് വേവിച്ച ആ വെള്ളവും കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുമുണ്ട്. ആ വെള്ളവും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റ് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒട്ടും തരിയില്ലാതെ നല്ല പ്യുവറായിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്യാരറ്റ് വേവിച്ച വെള്ളം മാറ്റി വെച്ചിരുന്നു. ആ വെള്ളം ഒഴിക്കുക. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണ്ട എങ്കിൽ സാധാരണ നമ്മുടെ നോർമൽ വാട്ടർ യൂസ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് ഏലക്കയാണ്. അതുപോലെ തന്നെ കുറച്ച് സിന്നമണ്ണും കൂടി ഇട്ടിട്ടുണ്ട്. ഇതൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് നമ്മളിത് ഇടുന്നത്. അതിനകത്തേക്ക് കുറച്ച് ഷുഗർ നിങ്ങൾക്ക് എത്ര മധുരം ആവശ്യമുണ്ടോ അതനുസരിച്ച്. കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് ഇടാം, കുറച്ച് മധുരം ആവശ്യമുള്ളവർക്ക് കുറച്ചായിട്ട് ഇടാം. പിന്നെ നമ്മളിത് ജ്യൂസായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മധുരം കുറവുണ്ട് എങ്കിൽ വീണ്ടും നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നന്നായിട്ടിപ്പോൾ പഞ്ചസാര എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് തിളച്ച് വരും. തിളച്ച് വന്ന് കുറച്ച് നേരം അടുപ്പിലിരുന്നൊന്ന് കുറുകി വരണം. തീരെ കുറുകേണ്ട ആവശ്യമില്ല. ഒരു ഷുഗർ സിറപ്പ് ആയി വന്നാൽ മാത്രം മതി. ഇതിപ്പോൾ നിങ്ങളവിടെ യെല്ലോ പോലെ കാണുന്നത് വേറൊന്നുമല്ല, നമ്മൾ ക്യാരറ്റ് വേവിച്ച വെള്ളം ആയതുകൊണ്ട് അതിൻ്റെ ഒരു കളറാണ് കാണുന്നത്. ക്യാരറ്റ് വേവിച്ച വെള്ളമാകുമ്പോൾ അതിൻ്റെ ഗുണം മുഴുവനും ആ വെള്ളത്തിലും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വെള്ളം തന്നെ എടുത്തത്. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് എടുത്താൽ മാത്രം മതി. ഈ ഒരു രീതിയിൽ നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കുക. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവർ വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. കാടമത്തിൻ്റെയും അതുപോലെ തന്നെ സിന്നമണിൻ്റെയും. ഇപ്പം നമുക്കത് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എങ്കിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇതും കൂടി ഇടുമ്പോൾ ഒരു നല്ലൊരു ജ്യൂസായിട്ട് എടുക്കുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റ് വരും, നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ലെമണിൻ്റെ ജ്യൂസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുക ഷുഗർ സിറപ്പിലേക്ക്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഷുഗർ സിറപ്പിലേക്ക് ലെമൺ ജ്യൂസ് ചേർത്തതിന് ശേഷം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ജസ്റ്റ് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന ക്യാരറ്റ്, വേവിച്ച ക്യാരറ്റാണ്, അത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നല്ല പേസ്റ്റായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കുക. നമ്മളിത് അരിച്ച് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടല്ല എടുക്കുന്നത്. ഹോൾ ക്യാരറ്റ് അരച്ച് തന്നെ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പേസ്റ്റാക്കാൻ നിങ്ങൾ മറക്കരുത്. ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരയാൻ വേണ്ടി മാത്രമുള്ള വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഷുഗർ സിറപ്പ് നമ്മളവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടി പോകാനും പാടില്ല വെള്ളത്തിൻ്റെ കണ്ടൻറ്റ്. ഇപ്പം നോക്കുക, നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റും കൂടുതലായിട്ടൊന്നും വന്നിട്ടില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സിറപ്പിലേക്ക് നമ്മൾ അരച്ച് വെച്ച ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്യാരറ്റിന് ചില ക്യാരറ്റിന് നമ്മൾ വാങ്ങുമ്പോൾ ചെറിയ മധുരം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഷുഗർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനി സിറപ്പിലേക്ക് നന്നായിട്ട് ക്യാരറ്റ് അരച്ചതെല്ലാം കൂടി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഈ ചൂട് കാലത്ത് നമുക്ക് നന്നായിട്ട് ഇതുണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എപ്പോൾ വേണമെങ്കിലും ഫ്രീസറിൽ നിന്ന് കുറച്ചെടുത്ത് വെള്ളം ചേർത്ത് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും വീട്ടിൽ. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. ഇപ്പോൾ ക്യാരറ്റ് എല്ലാം സിറപ്പിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ബോൾ ടൈപ്പിലുള്ള ഒരു ഐസ് ട്രേ പോലത്തെ മോൾഡാണ്. ഇതിലേക്ക് ഞാൻ
നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഇത് സാധാരണ ഐസ് ട്രേ ഉണ്ടല്ലോ നമ്മളുടെ വീട്ടിൽ, അതിലൊഴിച്ച് വയ്ക്കാം. അതല്ല എങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പുള്ള പാത്രങ്ങളിൽ ഒഴിച്ചിട്ട് വെച്ചാൽ മതി. അതിൻ്റെ അകത്തുനിന്ന് സ്പൂൺ കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തു മാറ്റി വെള്ളം ആഡ് ചെയ്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഐസ് ട്രേയിൽ തന്നെ ഒഴിച്ച് വെക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏതെങ്കിലും നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഒഴിച്ച് വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ എൻ്റെ മോൾഡിൽ നന്നായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് അടച്ചു വെച്ച് ഫ്രീസറിൽ വയ്ക്കാം. ഇതിനിപ്പോൾ നന്നായിട്ട് സെറ്റ് ആവണം. സെറ്റായി കഴിയുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ അതിന് മുകളിലൂടെ ക്യാരറ്റിൻ്റെ ആ ജ്യൂസ് ചെറുതായിട്ട് വരുന്നുണ്ട്. അതായത് അത് നന്നായിട്ട് ഫില്ലായി ബോൾ ഷേപ്പിലായിട്ടുണ്ടെന്നാണ്. ഇതിനി നമുക്ക് നന്നായിട്ട് തണുക്കാൻ വയ്ക്കാം. ഞാൻ ബാക്കിയുള്ളതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബൗളിലെടുത്ത് മാറ്റി വെച്ചു. ഇതിന് നല്ലോണം നമുക്ക് അടച്ച് ഫ്രീസറിൽ വയ്ക്കാം. നിങ്ങൾക്ക് ഇതുപോലെ വെച്ചാലും മതി. നമ്മൾ ഐസ് ട്രേക്കകത്തോ ഇതുപോലെ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കീപ്പ് ചെയ്താവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ജ്യൂസ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്ക് ജ്യൂസ് ആവശ്യമുള്ളപ്പം ഇത് എടുക്കുക. എത്ര പീസ് ആവശ്യമുണ്ട്. ഇപ്പം നമ്മൾ ആവശ്യത്തിന് നന്നായിട്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പഞ്ചസാരയുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. ഞാനിപ്പം ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ നോക്കുക, ഇത് മിക്സ് ഒരു സ്പൂണിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. മിക്സ് ആകുമ്പോൾ നമുക്ക് പഞ്ചസാരയുടെ അളവ്, പഞ്ചസാര നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഈ സമയത്ത് തന്നെ നമുക്ക് ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടി. ഒട്ടും എനിക്ക് അഡീഷണൽ ചേർക്കേണ്ടി വന്നില്ല. ഇത് പെട്ടെന്ന് തന്നെ അലുത്ത് കിട്ടുകയും ചെയ്യും. ഇതായപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തു കുടിക്കാവുന്ന രീതിയിൽ ഫ്രീസറിൽ വെച്ചിരുന്നാൽ നമുക്ക് അന്നേരം പെട്ടെന്ന് കുറച്ച് 2-3 പീസ് എടുക്കുക, വെള്ളം ഒഴിക്കുക, കുടിക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഗസ്റ്റ് വന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ ഒരു ഐറ്റമായി. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ ഈ വേനൽക്കാലത്ത് വളരെയധികം വെള്ളം എല്ലാവരും കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. ക്യാരറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു വെജിറ്റബിളാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീട്ടിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു.